നമസ്തേ. ധാർമ്മികതയുള്ള ഭർത്താവ് പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെടുകയില്ല. മറിച്ച് സ്വന്തം ഭാര്യയെ തൻ്റെ പാതിയായി പവിത്രയായി കരുതും. ധാർമ്മികതയുള്ള ഭാര്യ പരപുരുഷ ചിന്തയില്ലാതെ തൻ്റെ ഭർത്താവിൻ്റെ ഇംഗിതത്തെ ബഹുമാനിച്ച് സന്തോഷവതിയായി ജീവിക്കും. അതുപോലെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഇടപഴകുന്ന ഒരാണും പെണ്ണും തനിയെ ഒരു മുറിയിൽ അന്തിയുറങ്ങിയാലും എന്ത് സാഹോദര്യ വിശ്വാസത്തിലാണ് അവരാ മുറിയിൽ അന്തിയുറങ്ങിയത്, അവരാ വിശ്വാസം നിലനിർത്തുക തന്നെ ചെയ്യും. അതാണ് ധർമ്മം. അല്ലാതെ ഇരുട്ടിൻ്റെ മറ വീഴുമ്പോൾ ചാബല്യമുണ്ടാകരുത്. അത് ധാർമ്മികതയല്ല, അധർമ്മമാണ്. ഭാര്യ ഭർത്താക്കന്മാർ വളരെയേറെ സന്തോഷത്തോടെ ജീവിക്കുന്നവരായിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ വ്യത്യസ്ത സ്വഭാവങ്ങളും രീതികളും വെച്ച് പുലർത്തുന്ന രണ്ടു പേർ രണ്ടു സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ആ രണ്ടുപേർ ഒന്നായി ചേരുമ്പോൾ വിട്ടുവീഴ്ചയുടെ മനോഭാവങ്ങൾ ജീവിതത്തിലുടനീളം രണ്ടു ഭാഗത്തും ഉണ്ടാവണം. പല വീഴ്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലെന്ന് നടിക്കേണ്ടതായിട്ട് വരും. ഭർത്താവ് തൻ്റെ ഭാര്യയെ ജീവിതത്തിലെ സകല ഐശ്വര്യവും കൊണ്ടുവരുന്ന മഹാലക്ഷ്മിയായിട്ട് കാണണം. വളരെ മാന്യമായിട്ട് വേണം പെരുമാറാൻ. ഭാര്യയാവട്ടെ ഭർത്താവിനെ തനിക്ക് ജീവിതാന്ത്യം വരെ താങ്ങും തണലുമാവുന്ന മഹാദേവനായി കരുതണം. ശരീരം രണ്ടാണെങ്കിലും മനസ്സ് ഒന്നായി മാറുവാൻ കഴിഞ്ഞുവെങ്കിൽ വിവാഹ ജീവിതം സുഗമമായി. അതിന് കളങ്കമില്ലാത്ത മാനസികാവസ്ഥ കൊണ്ടുവരണം. മുൻകാലങ്ങളിൽ നമ്മളുണ്ടായിരുന്ന ദുഷിച്ച ചിന്തകൾ പാടെ മറക്കണം. പണ്ട് നടന്നതെല്ലാം പരസ്പരം പങ്കുവെക്കുന്ന അത് രണ്ടുപേർക്കും നല്ലതല്ല. വിവാഹത്തിന് മുമ്പ് പലതും ഉണ്ടാവും, പല സംസാരിക്കുന്നതും വർത്തമാനം പറ ഒക്കെ ഉണ്ടാവും. വിവാഹം കഴിഞ്ഞ പുതുമോടിയിൽ തന്നെ പറയുന്നതാണ് കഴിഞ്ഞ കാലങ്ങൾ. അത് ഇവിടെ വേണ്ട, അത് നല്ലതല്ല. സ്നേഹദാരിദ്ര്യമുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. അത് മനസ്സിലാക്കണം. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഞാനിന്ന് എത്ര പേരെ സ്നേഹിച്ചു? ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹം കൊതിക്കുന്നു, ഭർത്താവാകട്ടെ ഭാര്യയുടെ സ്നേഹവും കൊതിക്കുന്നു. രണ്ടുപേരും പൂർണ്ണമായും പരസ്പരം ഹൃദയത്തെ അറിയാൻ കഴിയുന്നില്ല രണ്ടുപേർക്കും. എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുമില്ല. ഉള്ളിലാണ് സ്നേഹം. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തെ അറിയാൻ സാധാരണ മനുഷ്യന് കഴിയില്ലല്ലോ. പുറമേ പ്രകടിപ്പിക്കാതെ ഹൃദയത്തിൽ മൂടിവെക്കുന്ന സ്നേഹം അത് കല്ലിനുള്ളിലെ തേൻ പോലെയാണ്. അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? അതിനാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ ഹൃദയത്തിന് സ്ഥാനം കൊടുക്കുന്നതിലൂടെ നമ്മിൽ വിനയവും സഹകരണ മനോഭാവവും വളർത്തുക. അവിടെ ശാന്തിയും സമാധാനവും വിടർന്നു വരും. ആധ്യാത്മിക ലക്ഷ്യം ഹൃദയത്തിൻ്റെ വികാസമാണ്. കാരണം ഹൃദയവികാസം വന്നവർക്ക് ഈശ്വരനെ അറിയുവാൻ കഴിയുകയുള്ളൂ. യുക്തിക്കും ബുദ്ധിക്കും അപ്പുറമാണ് ആത്മതത്വം. അത് അനുഭവമാണ്. അത് സാക്ഷാത്കരിക്കണമെങ്കിൽ യുക്തിക്കും ഉപരിയായി ഹൃദയം കൂടാതെ പറ്റില്ല.
ഹൃദയത്തിൻ്റെ ഭാവം വളർത്തിയാലേ വിട്ടുവീഴ്ചയും വിനയവും ഉണ്ടാവുകയുള്ളൂ. ഹൃദയത്തിന് സ്ഥാനം കൊടുക്കേണ്ടിടത്ത് ഹൃദയത്തിന് സ്ഥാനം കൊടുക്കുക തന്നെ വേണം. ഭാര്യാഭർത്താക്കന്മാർ ഹൃദയവിശാലതയുള്ളവരാവണം. കുടുംബജീവിതത്തിന് യോജ്യമായ സദ്ഗുണങ്ങൾ ഉള്ളവളും ഭർത്താവിൻ്റെ വരുമാനം കണ്ടറിഞ്ഞ് അതിനുള്ളിൽ ഒതുങ്ങി നിന്ന് കുടുംബം നടത്തി സംതൃപ്ത ജീവിതം നയിക്കുന്നവളുമായ ഭാര്യ വീടിന് ഉറ്റ തുണയായിരിക്കും. യോജ്യമായ സദ്ഗുണങ്ങൾ എന്നാൽ ഗുരുജനങ്ങളെ പൂജിക്കൽ, അതിഥികളെ ബഹുമാനിക്കൽ, എളിയവരോട് കാരുണ്യം കാണിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നിവയൊക്കെ തന്നെയാണ്. ഏറ്റവും പ്രധാനം ഒരു കുടുംബിനിക്ക് ഉണ്ടാവേണ്ടത് ഭർത്താവിൻ്റെ വരുമാനം അറിഞ്ഞ് അതിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്ന് ചിലവുകൾ ക്രമപ്പെടുത്തുകയാണ് വേണ്ടത്. അതുപോലെ അവശ്യ സാധനങ്ങൾ കരുതി വെക്കുക, ദുരുപയോഗം ചെയ്യാതെ. പലർക്കും ഉപകാരങ്ങൾ ചെയ്യുക എന്നീ നന്മകൾ ഉള്ളവൾ ഗൃഹനാഥന് താങ്ങും തണലുമാകുന്ന ഉത്തമ കുടുംബിനിയായിരിക്കും. ഗുണവതിയായ ധർമ്മപത്നി ഏത് കുടുംബത്തിലുണ്ടോ അവിടെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. വെറുതെ ഒന്ന് ചിന്തിക്കുന്നു, നല്ലതല്ലേ എന്നാലോചിക്കും.